ഇറിഗേഷൻ ക്ലസ്റ്റർ കുഴുപ്പള്ളി പഞ്ചായത്ത് തല ശില്പശാല മാർച്ച് 18 ചൊവ്വാഴ്ച രാവിലെ പഞ്ചായത്ത് ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS നിബിൻ ഉദ്ഘാടനം ചെയ്തു. രാധാകൃഷ്ണൻ MP അധ്യക്ഷനായി. KDISC ജില്ലാ കോർഡിനേറ്റർ അശ്വതി വിജയൻ, കില ബ്ലോക്ക് കോർഡിനേറ്റർ MC പവിത്രൻ എന്നിവരും ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KA സാജിദ് പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത് അവതരണം നടത്തി. MM പ്രമുഖൻ ഷൈബി ഗോപാലകൃഷ്ണൻ, വാർഡ് മെമ്പർ KS ചന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ലോറൻസ് അൽമേഡ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് മറ്റു സെക്രട്ടറി KDISC കോർഡിനേറ്റർ അശ്വതി ഉൾപ്പെടെ നമുക്കറിയാം വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ പഞ്ചായത്തുകളിലേക്ക് വരാൻ പോകുന്നു. സേവന രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ട് സ്മാർട്ട് നമ്മുടെ നടപ്പിലാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നിലവിൽ നമ്മൾ അഭിമുഖീകരിക്കുന്നത്, അതിന് പരിഹാരം കാണാൻ യാതൊരു തടസ്സങ്ങളുമില്ലാതെ മുന്നോട്ട് പോകാൻ വേണ്ട പ്രവർത്തനങ്ങൾ ഒരുക്കുവാൻ വേണ്ടി നമ്മളൊരു കൂടിയാലോചന, നമ്മളെല്ലാവരും പരസ്പരം എല്ലാവരും കൂടിയാലോചിച്ചുകൊണ്ട് അതിനെങ്ങനെ പരിഹാരം കാണാം, സാങ്കേതികമായിട്ട് എന്തെല്ലാമാണ് നടപ്പിലാക്കാൻ പോകുന്നത്, അതിനെല്ലാം ഒരു ലോക്കൽ ബോർഡ് സംരംഭം കൊടുത്തേ അപ്പൊ എന്തായാലും നമുക്ക് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയാൻ പാടില്ല. അവർ പറയുന്നതുകൊണ്ട് അവരൊക്കെ പറയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കിടക്കുകയാണ്. ഈ ഗ്രൂപ്പിൻ്റെ അധ്യക്ഷൻ വഹിക്കുന്ന നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ MP രാധാകൃഷ്ണൻ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ നമ്മളെ ഇത് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്ന പഞ്ചായത്തിലെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീ KS നിബിൻ അവരുടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ വിഷയമായ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഷൈബി ഗോപാലകൃഷ്ണൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യണം. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായിട്ടുള്ള KS ചന്ദ്രൻ, ശ്രീ സുകേഷ്, സവിത അരുൺ, വിപിൻ അനീഷ്, വർഷ ഹരീഷ് മറ്റ് അവരെ സ്വാഗതം ചെയ്തു. അതുപോലെ CDSൻ്റെ ചെയർപേഴ്സണുണ്ട്, നമ്മുടെ കിലയുടെ RPമാരുണ്ട്, പവിത്രൻ ഉൾപ്പെടെ ഇതിൻ്റെ എല്ലാവരെയും, ഇതിൻ്റെ പ്രധാനപ്പെട്ട എല്ലാവരെയും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരെയും, ഇതിലേക്ക് പങ്കെടുത്ത എല്ലാവരെയും, ടീച്ചർ വന്നിട്ട് ടീച്ചറിനെ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നിർത്തുന്നു. ജയ്. പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ KS നിബിൻ, കൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയിട്ടുള്ള KS ബാങ്കിൻ്റെ വിശദീകരണം നൽകാനെത്തിയിട്ടുള്ള RPമാർ, അതുപോലെ പഞ്ചായത്തിൻ്റെ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ MC പവിത്രൻ ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു പഞ്ചായത്തിലെ ഒരു വ്യവസായ സ്ഥാപനം എന്നുള്ള നിലക്ക് അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുവന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പരിപാടി നല്ല രീതിയിൽ നമ്മുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടുപോകുന്നതിനും നല്ല രീതിയിൽ അത് വിജയിപ്പിക്കാൻ കഴിയുന്ന ഏതെല്ലാം മാർഗങ്ങളാണ് സ്വീകരിക്കേണ്ടതിനെ സംബന്ധിച്ചുള്ള അവബോധം ഇതുമായി ബന്ധപ്പെട്ട ആളുകളിൽ വരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും പ്രത്യേകിച്ച് ഇനിയും കുറേ ആളുകൾ കൂടി വരേണ്ടതുണ്ട്. അവരെ എത്തിച്ചേരുമെന്ന പ്രതീക്ഷയോടുകൂടി പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി പ്രിയപ്പെട്ട ശ്രീ ബെൻസി, മറ്റേ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ, ക്ലാസ് നയിക്കുന്നതുമായ ശ്രീ MC പവിത്രൻ, പ്രതിയായിട്ട് ചേർന്നിരിക്കുന്ന അശ്വതി, വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ട മെമ്പർമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവർ, വ്യക്തമായ രൂപം സത്യത്തിൽ ഇതിനെപ്പറ്റി ലഭിച്ചിട്ടില്ല. കാരണം ഞാൻ മനസ്സിലാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ പൂർണ്ണമായിട്ട് എല്ലാവർക്കും മനസ്സിലാവും. ഞാനിത് മനസ്സിലാക്കുന്നത് നമ്മളുടെ സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ നമ്മളുടെ ജില്ലയിൽ ഇത്തരത്തിലൊരു ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന രൂപത്തിൽ നമ്മളുടെ വൈപ്പിൻ ബ്ലോക്കിനെ, ആകെ ഒരു ബ്ലോക്കിനാണ് ജില്ലയിൽ നിന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ നമ്മളുടെ വൈപ്പിൻ ബ്ലോക്കിനെ തിരഞ്ഞെടുക്കുകയും ഒരു ലോക്കൽ ബോഡിയിൽ ഒരു നൂതന ആശയം
നടപ്പിലാക്കുക എന്നതാണ് ഈ ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ അടുത്ത കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ചധികം കാലഘട്ടങ്ങളിലായി നമ്മളുടെ സർക്കാർ ഇത്തരത്തിൽ നമ്മളുടെ ചെറിയ പ്രദേശങ്ങളെ പോലും നല്ല രീതിയിൽ ഉയർത്തിയെടുത്തുകൊണ്ട് ആ പ്രദേശത്തിന് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണോ നമുക്ക് വിഭവ സമാരംഭത്തിന് കഴിയുന്ന കാര്യം അത് നല്ല രീതിയിൽ ഉണർത്തിയെടുക്കുന്നതിനായിട്ട് നിരവധി പദ്ധതികൾ വ്യവസായ വകുപ്പിൻ്റെ ഭാഗമായി ഒരു ലോക്കൽ ബോഡി, ഒരു സംരംഭം ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുക. അത്തരത്തിലൊരു ലോക്കൽ ബോഡിയിൽ ഒരു സംരംഭം എന്ന നിലയിലുള്ള കാര്യം വന്നപ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തത് കുഴിപ്പള്ളി പൊക്കാളി എന്നൊരു ബ്രാൻഡ് നമ്മളിവിടെ ഉണർത്തിയെടുക്കണം എന്ന രീതിയിലുള്ള ചർച്ചകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അത്തരത്തിലുള്ള നൂതനമായ ആശയങ്ങളിലൂടെ നമ്മളുടെ നാടിനെ മെച്ചപ്പെടുത്തുക എന്നതാണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാമ്പത്തിക വർഷത്തിൽ സംരംഭക വർഷം എന്ന രീതിയിൽ നമ്മൾ നടത്തിയപ്പോൾ അത് ഏറ്റവും ഭംഗിയായി നമ്മളുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിയുകയും അന്ന് തുടങ്ങാൻ ആഗ്രഹിച്ചതിനേക്കാളേറെ സംരംഭങ്ങൾ തുടങ്ങിക്കൊണ്ട് നമ്മളൊരു വ്യവസായ സൗഹൃദ സംസ്ഥാനമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ നാടിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് പൈപ്പിൻ ബ്ലോക്ക് നടത്തി വരുന്ന ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിന്ന് നയിക്കാൻ കഴിവുള്ള ആളുകൾ എന്ന നിലയിലാണ് പൈപ്പിൻ ബ്ലോക്കിനെ ഇത്തരത്തിൽ സംസ്ഥാനത്തിലെ തന്നെ ചുരുക്കം ചില ബ്ലോക്ക് പഞ്ചായത്തായിട്ട് ഈ ഒരു പ്രവർത്തനത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളൂ. അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായ രൂപം ലഭിക്കും. എന്തായാലും വേറെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വേണ്ട വിവരങ്ങൾ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മീറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഈ മീറ്റിംഗ് കഴിയുന്നതോടുകൂടി നമുക്ക് ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായ രൂപം ലഭിക്കും. എന്തായാലും വേറെ സന്തോഷത്തോടു കൂടി ഈ ഒരു പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായിട്ട് അറിയിക്കുകയാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രസിഡന്റ് KS നിബിൻ അവർക്ക് സ്വാഗതം ആശംസിച്ച ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അതുപോലെ ബ്ലോക്കിൻ്റെ സെക്രട്ടറി ജില്ലയുടെ പത്രഞ്ചേട്ടൻ, അതുപോലെ മറ്റ് വാർഡ് മെമ്പർമാർ, അതുപോലെ തന്നെ മറ്റ് മേഖലകളിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള പ്രസിഡന്റ് ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്ന് തന്നെയാണ് പറയാനായിട്ട്. അപ്പോൾ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അത് ബ്ലോക്കാണ് സംഘടിപ്പിക്കുന്നത്. 5 പഞ്ചായത്തുകളിലും ഈ പരിപാടി ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു കമ്മിറ്റിയിൽ ഒരു പഞ്ചായത്ത് ഒരു സംരംഭം എന്ന നിലയിലൊരു ചർച്ച ഇവിടെ വരികയും അപ്പോൾ ഞങ്ങൾ ആ കമ്മിറ്റിയിൽ തന്നെ ഒരു തീരുമാനമെടുത്തു. കുഴിപ്പള്ളി പൊക്കാളി എന്നുള്ള ഒരു സംരംഭത്തിന് ഒരു പേരിടുകയും ചെയ്തു. അപ്പോൾ ഈ ബ്ലോക്കിൻ്റെ കീഴിൽ വരുന്ന നിരവധി പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാകാനായിട്ട് കുഴിപ്പള്ളി പഞ്ചായത്തിലും കഴിയുന്നുണ്ട്. അതിനോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ ഒപ്പം നിൽക്കാനായിട്ട് ബ്ലോക്ക് പഞ്ചായത്തും ഞങ്ങളെ കൈപിടിച്ച് നിർത്തുന്നുണ്ട്. അതുപോലെ പഞ്ചായത്തിൻ്റെ എല്ലാ പരിപാടികളിലും ബ്ലോക്ക് നല്ല പ്രോത്സാഹനം പഞ്ചായത്തിന് വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ പരിപാടിയും എല്ലാ രീതിയിലും പഞ്ചായത്തിന് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് ഉതകുന്നതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് ഇതിന് പറയാനുള്ളത്. ഇന്ന് യോഗത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് സംഘടിപ്പിക്കുന്നതാണ്. അതിനെപ്പറ്റി കൂടുതൽ അശ്വതി വിശദമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ക്ലസ്റ്റർ തലത്തിൽ 60 ദിന സെമിനാറിൽ നമ്മളുടെ പ്രയോറിറ്റി നിശ്ചയിച്ചുകൊണ്ട് പഞ്ചായത്ത് തലത്തിലുള്ള പ്രയോറിറ്റി 5 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളുടെ ഓരോ ഗ്രൂപ്പും ആ ഗ്രൂപ്പിൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് ആ പ്രയോറിറ്റി അതനുസരിച്ച് നമ്മളൊരു റിപ്പോർട്ട് ഉണ്ടാക്കണം. ഇത് ബ്ലോക്ക് തലത്തിൽ ക്രോഡീകരിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ക്രോഡീകരണം നടത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള ബാക്കിയുള്ള അടുത്ത വർഷത്തെ പ്രൊജക്റ്റുകൾ നമ്മളത് തുടർന്ന് നടപ്പിലാക്കുന്നതിനുള്ളൊരു പ്രാരംഭഘട്ടത്തിലാണിത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ അശ്വതി കഴിഞ്ഞു. സംയുക്തമായി നടത്തുന്ന ഒരു പ്രോജക്റ്റാണ് ബ്ലോക്ക് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് KDSKന്റെയും കിലയുടെയും സഹായത്തോടു കൂടി കുറേ
നമ്മളെ ഇതിനകത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രൊജക്ടർ ഇല്ലാത്തതുകൊണ്ടാണ് ഫോട്ടോയിൽ പറയുന്നത്. നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മളെ ഇതിനകത്ത് സഹായിക്കാൻ വേണ്ടിയിട്ട് അക്കാദമിക സ്ഥാപനങ്ങളുടെ ഉണ്ട്. കമ്മ്യൂണിറ്റി ഓഫ് പ്രാക്ടീസിന്റെ വൈവിധ്യം ഉപയോഗിച്ച ആശയങ്ങളും പ്രായോഗികക്ഷമത നടത്തിപ്പ് സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബ്ലോക്കിനകത്ത് കുറെ അക്കാദമിക സ്ഥാപനങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ അക്കാദമിക സ്ഥാപനങ്ങളിലെ ആൾക്കാരെ നമ്മൾ ഓൾറെഡി കേസ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പം എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇപ്പം നമ്മൾ നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്രോജക്റ്റ് എടുക്കണമെങ്കിൽ ഇപ്പം ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കണം. അങ്ങനെ പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കാനും കൊണ്ട് നമ്മളെ സഹായിക്കാനും കൊണ്ട് വിവിധ മേഖലയിലുള്ള കോളേജുകളിലെ കുട്ടികളുണ്ട്. പിന്നെ ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വിവരശേഖരണത്തിനായിട്ട് നമ്മൾ ഫീൽഡ് സർവേകളൊക്കെ കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഈ ബ്ലോക്ക് ഇന്നോവേഷൻ ക്ലസ്റ്ററിന്റെ ഭാഗമായിട്ട് ഇടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ കാർബൺ ന്യൂട്രലിന്റെ ഒരു പ്രോജക്റ്റ് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള സർവേകളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും പരിഹാരം കണ്ടെത്തത്തക്കുള്ള വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമ്മുടെ കൂടെ ഓൾറെഡി ഉണ്ട്. അപ്പൊ ഇന്നിവിടെ നിങ്ങൾ കൂടിയിരിക്കുന്നതിന്റെ ലക്ഷ്യം ഇപ്പൊ ഈ ഒരു പഞ്ചായത്തിലെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് അറിയാവുന്ന ആൾക്കാർ നിങ്ങളായിരിക്കുമല്ലോ. അപ്പം നമ്മൾ ഈ വിഷയമേഖലയെ അടിസ്ഥാനമാക്കി 5 ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിരുന്നിട്ട് ഏത് വിഷയമേഖലയാണ് ഇപ്പം ഓരോ ഗ്രൂപ്പിൽ ഓരോ വിഷയം ഞാൻ തരും. അപ്പൊ അതിനകത്ത് പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് നോട്ട് ചെയ്ത് നമുക്ക് തരിക. പിന്നെ നമ്മൾ കൂടി ഇരുന്ന് ആലോചിച്ചുകൊണ്ട് വിദഗ്ധരെയും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് ഇതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതാണ്. അത് നമ്മൾ ബ്ലോക്കിൽ ഇതിന്റെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് വൈപ്പിൻ ബ്ലോക്കിൽ കണ്ടതിലുള്ള പഞ്ചായത്തിലാണ് ഇപ്പോൾ വർക്ക്ഷോപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി 2 പഞ്ചായത്ത് നമ്മൾ കഴിഞ്ഞു. ഇതിന് ഉച്ച കഴിഞ്ഞിട്ട് ഞാറക്കലും ഉണ്ട്. കിടവനക്കാടും പള്ളിക്കുളവും കഴിഞ്ഞു. ഇനി നായനമ്പലവും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ നടത്തുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ വൈപ്പിൻ ബ്ലോക്ക് മാത്രമാണ് നമ്മൾ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് പൈലറ്റ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലോക്കിൽ നമുക്ക് കിട്ടിയേക്കുന്ന ഒരു ഭാഗ്യമായിട്ട് തന്നെ കരുതാം. കാരണം നമ്മൾ ഈ ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ എന്തിനാണോ നമുക്ക് പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കർത്തവ്യം. വർഷങ്ങൾക്ക് പിന്നിലേക്ക് പോകും. 1989 മാർച്ച് മാസം 18-ാം തീയതി വളരെ വിപ്ലവകരമായിട്ടൊരു രാഷ്ട്രീയ ജനകീയാസൂത്രണത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒരു സംഗതി. അതിൽ നിന്നാണ് ജനകീയാസൂത്രണം രൂപപ്പെടുന്നത്. സമ്പൂർണ്ണ സാക്ഷരതാ യജ്ഞം ഓർക്കുന്നുണ്ടല്ലോ. എറണാകുളം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരതയാക്കുന്നതിന് വേണ്ടി അന്നത്തെ ജനുവരി 26-ാം തീയതി നമ്മൾ പ്രവർത്തനം തുടങ്ങി. അതിൻ്റെ ആദ്യത്തെ വിഭവ പഠനം അല്ലെങ്കിൽ പഠന റിപ്പോർട്ട് തയ്യാറാക്കിയത് ഈ പറയുന്ന ദിവസം മാർച്ച് 18-ാം തീയതി എറണാകുളം ജില്ലയിലെ എല്ലാ വീടുകളിലും എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വീടുകളിലും നിരക്ഷര ആരൊക്കെയുള്ളത് കണ്ടെത്തുക എന്നത് ലക്ഷ്യമായി. അന്ന് ഞാൻ 28 ലക്ഷത്തോളം ആളുകളുണ്ടായിരുന്നു. അതിൽ നിന്ന് എത്രയാണെന്ന് കണ്ടെത്തി. അവിടെ നിന്ന് ആരംഭിച്ചതാണ് നമ്മുടെ ഈ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയുള്ള പ്രവർത്തനം. അതിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥത്തിൽ 1996 ജനകീയ ആസൂത്രണം. അപ്പം അവിടെ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ സാമാന്യ ജനങ്ങളുടെ അറിവിനെയും കഴിവിനെയും ശക്തിയെയും നമ്മുടെ നാടിൻ്റെ പുരോഗമനത്തിനും വികസന പ്രവർത്തനങ്ങൾക്കും ഒക്കെ വിനിയോഗിക്കാം എന്നുള്ള കണ്ടെത്തി. അത് തോന്നുന്നു അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ യാതൊരു പ്രതിഫലവും കൂടാതെ അന്നത്തെ ചെറുപ്പക്കാരായിട്ടാണ് വല്ലമൃദ്ധന്മാരായി പറഞ്ഞാണല്ലോ. അതേപോലെ തന്നെ വേണ്ടുന്ന ഒരു സംഗതിയാണ് ഈ ഒലൈ എന്ന് പറയുന്ന സംഗതി. വൺ ലോക്കൽ ബോഡി വണ്ണായി അതിൻ്റെ ഒരു ഭാഗം കൂടിയായിട്ടുള്ള വിജ്ഞാന വ്യാപനം. അന്നത്തെ പോലെയുള്ള ആളുകളൊന്നും പറ്റില്ല. നമുക്ക് ജനകീയാസൂത്രണം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിന് ഗ്രാമസഭയിൽ മാത്രം വന്നിരുന്ന് സംസാരിച്ചാൽ പറ്റില്ല. ഒട്ടേറെ അറിവുകൾ സമ്പാദിക്കണം. അതിന് വിജ്ഞാനം വേണം, കമ്പ്യൂട്ടർ വേണം. അങ്ങനെ ഒട്ടേറെ സംഗതികൾ തയ്യാറാകണമെങ്കിൽ ചെറുപ്പക്കാരെ പിള്ളേർ ആവശ്യമാണ്. അതാണ് നമ്മൾ ഇതിലൂടെ മൊബിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ പഞ്ചായത്തിലെ തൊഴിൽ സഭയ്ക്ക് വേണ്ടിയും അതുപോലെയൊക്കെ ആയിട്ട് 3 ക്ലസ്റ്ററായിട്ട് നമ്മൾ അവരുടെ സർവേ എടുക്കേണ്ടത്. 1,63,000 പേരാണ് എറണാകുളം ജില്ലയിൽ അതിന് വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്തത്. അതിൽ പകുതിയിൽ കൂടുതലും തൊഴിലുള്ളവരൊക്കെ തന്നെ മെച്ചപ്പെട്ട ജോലി കിട്ടും എന്നുള്ള താല്പര്യം അനുസരിച്ചിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് മറ്റ് ജില്ലകളിലും ആലപ്പുഴയിലും തൃശ്ശൂരും ഒക്കെ ചെയ്തു. തൃശ്ശൂർ ജില്ലയിൽ ഉടനെ ഉണ്ടാവും. ആലപ്പുഴ ജില്ലയിൽ 20,000 പേർക്കാണ് നമ്മൾ വിളിച്ചത് മീറ്റിംഗ്.
അവസാനം വന്നത് ആകെ 5000 പേരാണ്. കാരണം എന്താ, ഇവിടെ വിജ്ഞാനം എന്ന് പറയുന്നത് സ്വന്തം ഭാഷയിൽ പഠിച്ചവരാണ് നമ്മൾ. ഡിഗ്രി ആയിക്കോട്ടെ, PG ആയിക്കോട്ടെ, മറ്റ് സാങ്കേതിക വിദ്യകളായിക്കോട്ടെ, അതെല്ലാം തന്നെ സ്വന്തം ഭാഷയിലാണ് നമ്മൾ പഠിച്ചത്. എവിടെയെങ്കിലും പുറത്തേക്ക് പോകുന്നതെങ്കിൽ ആ ഭാഷയും കൂടി നമുക്ക് കരഗതമാവണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണോ നമ്മൾ നമ്മുടെ നാടിൻ്റെ ഇന്നോവേഷന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കണം. അതുകൊണ്ട് തുടക്കം എന്ന് പറയുന്നത് ഭാഷ പഠിക്കുക എന്നുകൂടി ഉണ്ട് എന്ന് ആമുഖമായിട്ട് പറയാം. വിജ്ഞാന വ്യാപനം ഉള്ള വിജ്ഞാനത്തിനെ ശരിക്ക് മൊബിലൈസ് ചെയ്യുക, ആ വിജ്ഞാനത്തിനെ എല്ലാവർക്കും പങ്കെടുത്തുകൊണ്ട് നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ അടുത്ത വർഷത്തെ പ്രോജക്റ്റ് ബ്ലോക്കിൻ്റെ കീഴിൽ ഇപ്പോൾ നമുക്കൊരു പ്രത്യേകത ഉണ്ട്. കാരണം വൈപ്പിൻ ബ്ലോക്ക് എന്ന് പറയുന്നത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബ്ലോക്കാണ്. അവിടുത്തെ എല്ലാ സംഗതിയും അവിടുത്തെ ഉദ്യോഗസ്ഥരായാലും അതുപോലെ അവിടുത്തെ ജനപ്രതിനിധികളായാലും ഞങ്ങളെപ്പോലത്തെ എന്താ പറയുക സന്നദ്ധ പ്രവർത്തകരായാലും ടോമിട്ടുണ്ട് ആയാലും ശരി, ഇവരെല്ലാവരും തന്നെ എല്ലാ രംഗത്തും ഓടി നടന്ന് പ്രവർത്തിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഒരു ബ്ലോക്ക് എടുത്തപ്പോൾ ആ ബ്ലോക്ക് അത് വൈപ്പിൻ ബ്ലോക്കായിരിക്കണം എന്ന് തീരുമാനിച്ചു. കാരണം അവിടെ നമ്മുടെ ശില്പശാല തന്നെയാണ് കാരണം. ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്ന, ഏറ്റവും കൂടുതൽ തീരശോഷണം സംഭവിക്കുന്ന പഞ്ചായത്തുകളുടെ ശൃംഖല തന്നെയാണ് വൈപ്പിൻ ബ്ലോക്ക്. ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ തന്നെ രൂപപ്പെടുത്തുകയാണ്. ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 30 വർഷമാകാൻ വേണ്ടി പോവുകയാണ്. ഗ്രാമപഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ വന്നിട്ട് ഈ ഡിസംബർ വരുമ്പോൾ ഒക്ടോബർ വരുമ്പോൾ 30 വർഷത്തേക്ക് 95-ലാണല്ലോ വന്നത്. നമ്മൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിലൊന്നും സംശയമൊന്നുമില്ല. പക്ഷെ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത കുറെ പ്രശ്നങ്ങൾ നിലവിലുള്ളത് തന്നെ കുറെ പ്രശ്നങ്ങളുണ്ട്, പുതിയ പ്രശ്നങ്ങൾ വരുന്നു. ഓരോ മേഖല എടുത്ത് നോക്കിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് നമ്മുടെ ഈ കുഴിപ്പള്ളി പഞ്ചായത്തിന്റെ പ്രത്യേകത എന്താണ്? വൈപ്പിലെ മറ്റ് പഞ്ചായത്തുകൾക്ക് ഇല്ലാത്തൊരു പ്രത്യേകത ഈ കുഴിപ്പള്ളി പഞ്ചായത്തിനുണ്ട്. ഇവിടെ കിഴക്ക് വശവും പൊക്കാളയുണ്ട്, പടിഞ്ഞാറ് വശവും പൊക്കാളയുണ്ട്. പക്ഷെ പൊക്കാളി കൃഷിയിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയണില്ല. ഇപ്പോൾ നമ്മളതിന്റെ പ്രശ്നങ്ങൾ, അന്ന് പറഞ്ഞ പ്രശ്നങ്ങൾ ചിലപ്പോൾ അതിനേക്കാൾ രൂക്ഷമായി നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. പുതിയ പുതിയ പ്രശ്നങ്ങളും വരികയാണ്. മുമ്പ് ഒരു 30 വർഷം മുമ്പ് നമ്മൾ ഈ നെല്ലിക്കോയുടെ പ്രശ്നം ഇത്ര പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നെല്ലിക്കോയുടെ പ്രശ്നം അടക്കം നമ്മൾ പറയുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പരിഹരിക്കാൻ ചില പരിമിതികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ആ പരിമിതികൾക്കുള്ള പരിഹാരം കാണാൻ വേണ്ടിയിട്ട് കേരളത്തിലെ, ഇന്ത്യയിലെ, അന്തർദേശീയ നിലവാരത്തിലെ എല്ലാ സംവിധാനങ്ങളെയും പരമാവധി നമ്മുടെ പ്രദേശത്ത് കൊണ്ടുവന്ന് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ബ്ലോക്ക് ഇന്നോവേഷൻ ക്ലസ്റ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകം ഈ ബ്ലോക്കിലേക്ക് വരും എന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞത്. ആ ഒരു ഗൗരവം ജനപ്രതിനിധികളടക്കം ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല, ഉദ്യോഗസ്ഥരടക്കം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ അതിനിപ്പോ നമ്മുടെ ഒട്ടേറെ സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ ഈ എറണാകുളം ജില്ല, ഇപ്പൊ കേരളം എടുത്തു നോക്കുമ്പോൾ എറണാകുളം ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുത്തൻ ആശയങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒട്ടേറെ നമ്മളെ സഹായിക്കാൻ പറ്റിയ സംവിധാനങ്ങളുള്ള ഒരു ജില്ലയാണ്. ഇപ്പൊ കണ്ണൂർക്കാർക്കുള്ള സൗകര്യമല്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ CMFR ഉണ്ട്, സിപ്നെറ്റ് ഉണ്ട്, ഷിപ്പ് യാർഡ് ഉണ്ട്, അല്ലെ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച 4 സർവകലാശാലകളിൽ ഒന്നായിട്ടുള്ള കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട്, സമുദ്ര സർവകലാശാല കുബോസ് ഉണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട്. ഇവരൊക്കെ എന്താണ് ഇതുവരെ നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളെ സഹായിച്ചിട്ടുള്ളത്? അപ്പുറത്ത് നമ്മുടെ ഈ ഇടനക്കാട് തന്നെ വൈപ്പിൻകരയുടെ ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു മനുഷ്യരുണ്ട്. ആരാണ്? വൈപ്പിൻകരക്ക് തന്നെ അഭിമാനിക്കാൻ കഴിയുന്ന ഒരു മനുഷ്യൻ അപ്പുറത്തെ ഇടനക്കാട് പഞ്ചായത്തിലുണ്ട്. ആരാണ്? ഡോക്ടർ മുഹമ്മദ്. പക്ഷെ ഈ മുഹമ്മദ് ഹാത്തിഫ് ഈ വർഷം റിട്ടയർ ആവും. പക്ഷെ ഈ മുഹമ്മദ് ഹാത്തയെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാ? മുഹമ്മദ് ഹാത്തെ ഞങ്ങൾ ധൈര്യപൂർവ്വം പറയും, നെഞ്ചില്
തല ഉയർത്തിപ്പിടിച്ച് നെഞ്ചിത് കൈവച്ചുകൊണ്ട് പറയും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്താണ് ഹാത്തയെ ഈ കഴിഞ്ഞ 4 വർഷം മുമ്പ് 4.5 വർഷം മുമ്പ് ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷെ ഈ മനുഷ്യൻ ഇവിടെ ഉണ്ട്. ഒരു ഗ്രാമപഞ്ചായത്തിന്റെയോ ബ്ലോക്ക് പഞ്ചായത്തിന്റെയോ ഒരു പരിപാടികൾ ഇദ്ദേഹത്തെ കാണാറില്ല, ഇദ്ദേഹത്തെ ഒരു തരത്തിലും പ്രയോജനപ്പെടുത്താറില്ല. ഇത്രയും പ്രഗത്ഭനായിട്ടുള്ള മറൈൻ ബയോളജിയിലെ ഹെഡായിട്ടുള്ള ഒരു മനുഷ്യൻ, വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു കഴിവിനെ നമ്മുടെ നാട് നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. ഇതുപോലെ തന്നെയാണ് സ്ഥാപനങ്ങൾ. ഒട്ടേറെ ആളുകൾ ഇതുപോലെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രദേശത്തുണ്ടാവും. ഇവരെ ഒന്നും അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിൽ സഹായിക്കാൻ നമുക്ക് കഴിയുന്നില്ല, നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. അപ്പൊ ഇത് ഗവൺമെന്റ് കണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഈ സംവിധാനം ഈ രൂപത്തിൽ കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചത്. അപ്പൊ എറണാകുളം ജില്ലയില് വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്തിനാണ് തെരഞ്ഞെടുത്തത്. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് നമ്മൾ 2021 നവംബർ 14, 15, 16 തീയതികളിൽ നടത്തിയ ശില്പശാലയാണ്. ആ ശില്പശാലയിൽ ഒരു ചരിത്ര സംഭവം മനസ്സിലായ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിലയുടെ എന്താണ് അദ്ദേഹത്തിന്റെ ഡയറക്ടർ ജോയ് അളമൻ ഇവിടെ വരികയാണ്. സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ തദ്ദേശ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ജിജു പി അലക്സ് സാർ വരികയാണ്. കുസാറ്റ്, കുപ്പോസ് അങ്ങനെ പോലെയുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കുകയാണ്. അപ്പൊ വൈപ്പില് പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ വരികയാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഈ ബ്ലോക്ക് പഞ്ചായത്തിന് എറണാകുളം ജില്ലയിലെ ഒരൊറ്റ ബ്ലോക്ക് പഞ്ചായത്തിന് ഈ ക്ലസ്റ്ററിന് വേണ്ടിയിട്ട് തരുന്നത്.